ഇന്ന് നമ്മളൊരു പഴയ കിടിലൻ ക്ലാസിക് സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ പടം കണ്ടിട്ടില്ലായിരുന്നു. ഓൾറെഡി ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാണണമെന്ന് ഓർത്തിരുന്നതാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ പടം ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട് എന്നറിഞ്ഞത് തിയേറ്ററുകളിൽ. ആൻഡ് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കൊച്ചിയിൽ ഫോറം മാളിൽ 92 രൂപയ്ക്ക് ഈ പടം കാണാൻ പറ്റും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു. വൈകിട്ട് പോയിട്ട് ഈ പടം കണ്ടു. അതിന്റെ കൂടെയാണ് കേരള സ്റ്റോറിയും കണ്ടത്. അങ്ങനെ രാത്രി ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു മണിയെങ്ങാണ്ടായി. ഈ സിനിമ മിക്കവരും കണ്ടിട്ടുള്ളതായിരിക്കും, പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. ചിത്രം ഇറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ്. മൈക്കൽ ഗോൺട്രി സംവിധാനം ചെയ്ത് 2004 ഇറങ്ങിയ പടമാണ്. ജിം ക്യാരി, കേറ്റ് വിൻസ്ലെറ്റ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് റൊമാന്റിക് സൈഫൈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ജോയൽ ബാരിഷും പുള്ളിയുടെ കാമുകി ക്ലെമന്റിനും എന്തോ ഒരു വഴക്കിനെ തുടർന്ന് തമ്മിൽ പിരിയുകയാണ്. പക്ഷെ പിന്നീട് ഒരിക്കൽ ക്ലെമന്റിനെ അവൻ കാണുമ്പോൾ അവൾ ഒരു പരിചയമില്ലാത്തതുപോലെ പെരുമാറുന്നു. സോ ഇതിന്റെ പിന്നിലെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് ജോയൽ പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. എന്താണ് ആ സംഭവം എന്ന് ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ കാണാത്തവരുണ്ടെങ്കിൽ ഈ പടം കാണാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ് കണ്ടത്. അതെന്താണ് ആ ഒരു കാരണം എന്നുള്ളതാണ് ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ആ ഒരു തോട്ട്, ആ ഒരു ഐഡിയ, ആ ഒരു പ്രക്രിയ കിടുവായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അത്ഭുതമായിട്ട് തോന്നിയത്. അതേസമയം ഈ സിനിമയുടെ ഈ ഒരു ഐഡിയ ചെറുതായിട്ട് എടുത്തിട്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കൃഷാന്തിന്റെ മസ്തിഷ്ക മരണം എന്ന സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ സിനിമ. പടം കണ്ടു കഴിഞ്ഞിട്ട് മനസ്സ് കുറച്ച് നാൾ ഇതിങ്ങനെ കിടക്കും. അത്തരത്തിലുള്ള ഒരു ടൈപ്പ് സിനിമയാണിത്. എന്ന് മാത്രമല്ല, ചിലപ്പോ ഈ പടം കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ യൂട്യൂബിൽ തപ്പിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഒന്നുകൂടി പടം കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു രണ്ടാം കാഴ്ചയിലായിരിക്കും പടം അല്ലെങ്കിൽ അതിലെ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ക്ലിയർ ആവുക. നിങ്ങൾക്ക് ഈ ലോകത്തിലെ ടെക്നിക്കൽ വശങ്ങളൊക്കെ എത്രയൊക്കെ വളർന്നാലും അപ്ഡേറ്റ് ആയാലും എങ്ങനെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും റിയൽ സ്നേഹത്തിനെ പരിപൂർണമായിട്ട് മടർത്താൻ കഴിയില്ല എന്നുള്ളത് സിനിമ ഇങ്ങനെ പറയാതെ പറയുന്നുണ്ട്. സോ ഇതൊരു മനോഹരമായിട്ടുള്ള പ്രണയകഥ കൂടിയാണ് എന്ന് പറയാം. കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം കൊണ്ട് പടത്തോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പടം ഒട്ടും നിങ്ങളെ മുഷിപ്പിക്കുകയും ഇല്ല. അഭിനയിച്ച എല്ലാവരുടെയും കിടിലൻ പെർഫോമൻസ് ആണ് സിനിമയിലുള്ളത്. സാധാരണ ജിം ക്യാരി ചെയ്യുന്ന റോളുകൾ എല്ലാം ഐക്കോണിക് കോമഡി ക്യാരക്ടേഴ്സ് ആയിരിക്കും. പുള്ളിയുടെ എക്സ്പ്രഷൻസ്, മാനറിസംസ് ഒക്കെ കൊണ്ട് എല്ലാവരും ചിരിച്ചു പോകുന്ന ടൈപ്പ് പ്രകടനങ്ങളാണ് സാധാരണ നടത്താറുള്ളത്. പക്ഷെ അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, നാണം കുടുങ്ങിയായിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ മനോഹരമായിട്ടാണ് ജിം ക്യാരി ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമയിൽ ഏറ്റവും എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടതും പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ ക്ലെമന്റിനായിട്ട് വരുന്നത് കേറ്റ് വിൻസ്ലെറ്റ് ആണ്. പുള്ളിക്കാരി ഗംഭീര പ്രകടനം തന്നെയാണ്. പിന്നെ മാർക്ക് റഫാലോ, ക്രിസ്റ്റ്യൻ ഡേൺസ് ഉൾപ്പെടെ കിടിലൻ താരനിരയാണ് പടത്തിലുള്ളത്. ക്രിസ്റ്റ്യന്റെ ക്യാരക്ടറാണ് ഈ പടത്തിന്റെ ടൈറ്റിൽ എവിടെ നിന്ന് വന്നതാണ് എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യമൊക്കെ നൈസായിരുന്നു. പിന്നെ ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ്, പ്രത്യേകിച്ച് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നോൺ ലീനിയർ സ്റ്റൈലിലാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പ്രമേയത്തിന് ആ ഒരു സ്റ്റൈൽ വളരെയധികം ആപ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ, അന്നത്തെ കാലത്തെ VFX എല്ലാം നൈസാണ്. ഇപ്പൊ ഗ്രാഫിക്സ് ആണെങ്കിലും ഓവർ ആക്കാതെ അത് എങ്ങനെ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു കിടിലൻ എക്സാമ്പിൾ ആണ് ഈ പടം എന്ന് പറയാം. എനിക്കിതിൽ ആകെ ഒരു ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ ഒരു ചെറിയ പോരായ്മ ഫീൽ ചെയ്തത് ഈ മാർക്ക് റഫാലോ, ക്രിസ്റ്റ്യൻ ഡേൺസ്റ്റ് ഇവര് തമ്മിലുള്ള ഒരു സീനുണ്ട്. അതെനിക്ക് കുറച്ച് ക്രിഞ്ച് അടിച്ചായിരുന്നു, അതേ ഉള്ളൂ. അതുപോലെ ഈ സിനിമ എല്ലാവർക്കും ഈസി ആയിട്ട് ഒറ്റ കാഴ്ചയിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ തേടി പോകേണ്ടി വരും. എനിക്ക് എന്തായാലും പേഴ്സണലി ഈ ഒരു ടൈപ്പ് കുറച്ച് കിളി പറത്തുന്ന ടൈപ്പ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. സോ മൊത്തത്തിൽ ഒരു കൾട്ട് ക്ലാസിക് ലവ് സ്റ്റോറിയാണ്. പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണ് സിനിമയ്ക്കുള്ളത്. ഇനി മുതൽ എന്റെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും. സോ കാണാത്തവർക്ക് വേണ്ടി ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പടം ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. PVR-ലാണുള്ളത്. എന്തായാലും ഇത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ. സോ ഈ പടം ഓൾറെഡി കണ്ടവരും കാണാത്തവരും പറ്റുമെങ്കിൽ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. എനിക്ക് ആ ഒരു പ്രശ്നം തിയേറ്റർ കാഴ്ചയിൽ തോന്നി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇംഗ്ലീഷ് പടമാണെങ്കിലും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വേണം. PVR-ലായതുകൊണ്ട് മിക്കവാറും കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സബ് എന്നൊന്നും ബുക്ക് മൈ ഷോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷെ അവരെ സബ് ടൈറ്റിലൊന്നും കാണിച്ചില്ല. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കിളി പറത്തുന്ന ടൈപ്പ് ഒരു കഥയായതുകൊണ്ട് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൂടി വേണം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ഡയലോഗ്സും പൂർണ്ണമായിട്ടും കിട്ടുകയില്ല. അങ്ങനെ അതുകൂടാതെ സിനിമ മുബിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിന്റെ മലയാളം സബ് M-Zoneൽ കിടപ്പുണ്ട്. 1 മണിക്കൂർ 47 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. ചെറിയ ന്യൂഡിറ്റി ഒക്കെ പടത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.